ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായ ധാർമ്മിക മൂല്യങ്ങളും ഗുണങ്ങളും ഉൾക്കൊള്ളാൻ രാമായണം സഹായിക്കും. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സേവനത്തിൻ്റെയും ഒക്കെ പാതയിൽ സഞ്ചരിച്ച രാമായണ കഥാപാത്രങ്ങൾ അത്തരം ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്താൻ സഹായമാകും. ഇപ്പോൾ ഭരതൻ്റെ എടുത്തു കഴിഞ്ഞാൽ വിനയൻ ദാസൻ എന്നുള്ള ഭാവം അവിടെ നിന്നാണ് എല്ലാം ചെയ്യിക്കുന്നത്. അങ്ങനൊന്നുമല്ല എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പം വഴിയിലുള്ള അമ്മ പറയാറുണ്ടല്ലോ, വഴി തൂണുകൾ ഒരു പെയിൻ്റ് ഉണ്ടാകും. ഈ കാറിൻ്റെ പ്രകാശത്തിൻ്റെ പെയിൻറ്റ് പ്രകാശിക്കും. പണ്ട് ഒത്തിരി വഴിവിളക്ക് വേണ്ടി വന്നു, ഇപ്പോൾ വഴിവിളക്ക് വേണ്ട, ഈ തൂണിൽ പെയിൻറ്റ് ഇച്ചിരി പുരട്ടി വെച്ചാൽ അപ്പോൾ രാത്രി സമയത്ത് നല്ല റോഡ് തെളിഞ്ഞ് കാണാം, ആളുണ്ടോ ഇല്ലയോ. അങ്ങനെ വണ്ടി കൂടി പോകും. ഇപ്പോൾ തൂണ് പറയണം എൻ്റെ പ്രകാശം കൊണ്ടാണ് ഈ കാറൊക്കെ ഓടുന്നതും വിചാരിക്കുന്നത് പോലെയാണ് നമ്മളൊക്കെ. അപ്പം അതുപോലെ അല്ല ഭരതൻ ചെയ്തത്. എല്ലാവരും കിരീടമാണ് തലയിൽ വയ്ക്കുന്നത് രാജാക്കന്മാർ. ഇത് പാദം തലയിൽ വെച്ചിട്ട് എടുത്തുകൊണ്ട് പോയി അവിടെ വെച്ച് അവിടെ നിന്നാണെന്ന് എല്ലാം ചെയ്യുന്ന രീതിയിൽ ത്യാഗത്തോടുകൂടി ജീവിച്ച് രാജ്യം ധാർമ്മികമായി നോക്കി എന്നുള്ളതാണ്. തിരിച്ചു വന്നപ്പോൾ അതുപോലെ കൊടുക്കുകയും ചെയ്തു. പല രാജാക്കന്മാരും എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരും, മക്കൾ അച്ഛനെ പിടിച്ച് ജയിലിട്ടിട്ട് മക്കൾ ഭരിക്കും. അവിടെ എല്ലാം മാതൃകയായിട്ടുള്ള രീതിയാണ് കാണിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ കഥാപാത്രം എടുത്താലും നമുക്കൊരു മാതൃകയാണ്. അത് കാരണം കീഴ്വഴക്കം അച്ചടക്കത്തെ കൊണ്ടുവരുന്നു, അച്ചടക്കം കലഹമില്ലാതാക്കുന്നു, ആ സ്നേഹത്തെ ഉണർത്തുന്നു, അങ്ങനെ സ്നേഹമായി തീരുന്നു എന്നുള്ളതാണ്. ഒരു ഗുരുകുലത്തിൽ ഗുരു സമാധിയായി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഒരു ഓഫീസ് പോലായി. കാരണം പരസ്പരം സ്നേഹമില്ല, തൻ്റെ ഡ്യൂട്ടി എന്തോ ശവിക്കപ്പെട്ട പോലെ. പണ്ട് ഗുരുവുള്ളപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ വരിക, നാമജപങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ കുറഞ്ഞു വന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ശിഷ്യന് വിഷമം തോന്നി, നമ്മുടെ ആശ്രമം നേരത്തെ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എന്നിങ്ങനെയായി, ഇതെന്താ കഷ്ടമേ. വിഷമിച്ചിട്ട് അടുത്തൊരു മഹാത്മാവുണ്ടെന്ന് പറഞ്ഞു കേട്ട് മഹാത്മാവിനെ കാണാൻ പോയി. അദ്ദേഹം ധ്യാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പോയി ദുഃഖം പറഞ്ഞു, ആശ്രമത്തിൽ ഇങ്ങനെ കഷ്ടമാണ്, അപ്പോൾ ആൾക്കാരൊന്നും വരുന്നില്ല, പഴയതുപോലെ ഒന്നും ശരിക്കും നടക്കുന്നില്ല. അപ്പോൾ ഈ മഹാത്മാവ് പറഞ്ഞു, അവിടെ ഒരു മഹാത്മാവുണ്ട് നിങ്ങളുടെ ആശ്രമത്തിൽ, പക്ഷെ ആരും അറിയുന്നില്ല, അദ്ദേഹം പ്രകടിപ്പിച്ച് കാണിക്കത്തതുമില്ല നിങ്ങളുടെ അടുത്ത്. അപ്പോൾ തിരിച്ച് ആരാന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഈ മഹാത്മാവ് സമാധിയായി. അപ്പോൾ ആരെന്നറിയില്ല. തിരിച്ച് ഈ ശിഷ്യൻ നടന്നു വരുമ്പോൾ ആരായിരിക്കും മഹാത്മാവ്? ആ മുണ്ടലക്കെന്ന് പറഞ്ഞാൽ അവൻ വൃത്തിയായിട്ട് മുണ്ടലക്കത്തില്ല. ചെടി വെള്ളം ഒഴിക്കണം, എല്ലാത്തിനും ചെടി വെള്ളം ഒഴിക്കില്ല. ആ ഭക്ഷണം പാകം ചെയ്യുന്ന രുചിയായിട്ടൊരു ഭക്ഷണം പാകം ചെയ്യില്ല. അങ്ങനെ ഓരോന്ന് ചിന്തിക്കും, അതിനൊരു കുറ്റം കാണും. അങ്ങനെ കുറ്റം കണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് ആരായിരിക്കും. ഓരോരുത്തർ ഇയാളായിരിക്കും മഹാത്മാ, അയാളൊരു കുറ്റം കാണും, പിന്നെ അയാളൊരു കുറ്റം കാണും. ഇവിടെ അടുപ്പമുള്ളൊരു കൂട്ടുകാരനോട് ബ്രഹ്മചാരിയോട് പറഞ്ഞു, ഇവിടെ ഒരു മഹാത്മാവുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ആരാന്ന് എനിക്ക് ഒരു പിടി കിട്ടുന്നില്ല. അപ്പോൾ ആ മറ്റേ പയ്യൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കേട്ടനുസരിച്ച് നമസ്കരിക്കാം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കരിക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ ഒരു പക്ഷേ സാധിച്ചാലോ. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കരിക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കരിക്കാനും ആ കീഴ്വഴക്കം കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ടായി. അവരിൽ കർമ്മം ചെയ്യാനുള്ള പ്രേരണ കൂടി, ശ്രദ്ധയോടുകൂടി ഭക്തിയോടും ജപധ്യാനം ചെയ്ത് ആ സ്നേഹം മാത്രമായി. പരസ്പരം കേൾക്കാനുള്ള അത് സ്നേഹത്തിൻ്റെ പ്രതീകം കൊണ്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ട് കേൾക്കാനും ഈ വിനയം വരുന്നത്. അവരെല്ലാവരും ഒരേപോലെ ഭാവം ഉണ്ടായി, ഒരേപോലെ സാക്ഷാത്കാരം കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം അതേപോലെയാണ് രാമായണം എടുത്ത് നോക്കുമ്പോഴും നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഗുണങ്ങൾ നമ്മളിൽ ഉണർത്തിയെടുക്കണം.